തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊട്ടിക്കയറുമ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആവേശത്തിലാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും എല്ലാം. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തിന്റെ LDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സഖവേ, എത്രമാത്രം ആവേശത്തിലാണ് പ്രചരണമൊക്കെ? തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെയും ആവേശത്തിന്റെ തീവ്രത കൂടി വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞാൻ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും കാണാത്ത ആവേശം പ്രവർത്തകരിലും സാധാരണ വോട്ടർമാരിലും ദൃശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ശബരിമല വിഷയമൊക്കെ. ശബരിമല ഏതെങ്കിലും തരത്തിൽ എതിരാളികൾ ഒരു പ്രചരണായുധമാക്കിയിട്ടുണ്ടോ? ശബരിമല മാത്രമാണ് അവർ പ്രചരണായുധമാക്കുന്നത്, മറ്റൊന്നും അവർക്ക് പറയാനില്ല. പിന്നെ കുറെ കള്ളപ്രചരണങ്ങൾ, കള്ള വീഡിയോസ്, ഇങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. നെറികെട്ട പ്രചരണ രീതിയാണ് മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുരളീധരന് തന്നെ വിനയാകുന്നൊരു സാഹചര്യമാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുള്ള പ്രതിഷേധം കൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്ന എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഈശ്വരനെ വെച്ച് കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടോ? വികസനം ചർച്ച ചെയ്യും മണ്ഡലത്തിൽ. വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആ വികസന പ്രശ്നങ്ങളോട് ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് പ്രതികരിക്കുന്നത്. നാടിൻ്റെ വികസനമാണ് അവർക്ക് ആവശ്യം. അവർക്ക് ദുഷ്പ്രചരണങ്ങളൊന്നും ഒരു താല്പര്യവുമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ശബരിമലയോ ഒക്കെ തന്നെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം. അത് എൻ്റെ റോൾ എന്തായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതിൻ്റെ ശരിയായ ദിശയിലാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അന്വേഷണം നടത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പോലീസുകാരാണ് അന്വേഷണം നടത്തുന്നത്, ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത്. അവർ ഹൈക്കോടതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സത്യസന്ധമായ അന്വേഷണം ആയതുകൊണ്ടാണത് തന്ത്രിയിൽ തന്നെ ചെന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ തന്ത്രിയിൽ ചെന്നെത്തിയപ്പോഴത്തേക്ക് BJPക്ക് ഹാലിളക്കമാണ്. തന്ത്രി BJPക്കാരനാണ്. BJPയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നയാളാണ് ഈ തന്ത്രി. തന്ത്രിയായിരുന്നാലും അയാൾ മനുഷ്യനല്ലേ, അത് തെറ്റിയില്ല എന്നുണ്ട്. ഈ തന്ത്രിയുടെ ചേട്ടൻ നേരത്തെ ഒരു തെറ്റ് ചെയ്തത് ഈ ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവരെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. BJPയുടെ തനി സ്വഭാവം യഥാർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മണ്ഡലത്തിൽ ഒരു ഡീലും കൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഡീൽ വിവാദം ഉള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഞങ്ങളും BJPയും തമ്മിലുള്ള ഡീൽ എങ്ങനെയുള്ളതാണെന്ന്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മണ്ഡലത്തെ ജനങ്ങളുമായൊരു ഡീലുണ്ട്. അത് BJPക്കാരനായിരുന്നാലും ശരി, കോൺഗ്രസ്സുകാരനായിരുന്നാലും ശരി, CPM കാരനാണെങ്കിലും, പാർട്ടി ഉള്ളവനാണെങ്കിലും രാഷ്ട്രീയം ഇല്ലെങ്കിലും എല്ലാവരുമായിട്ട് എനിക്കൊരു ഡീലുണ്ട്. എനിക്ക് ബന്ധമുണ്ട്. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ കഴിഞ്ഞ തവണ 20,000-ന് മുകളിൽ 24,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ? ഉറപ്പായിട്ടും 23,000-ൽ മേൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രാവശ്യം. ഇപ്രാവശ്യം അതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്. എല്ലാവിധ ആശംസകളും. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.